പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വീട്ടിലേക്കുള്ള മനോഹരമായ വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. ഈ വഴിയുടെ ഇരുവശവും നിറയെ കാട് പിടിച്ച പുല്ലുകളാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇന്നാൾ ആരോട് പറഞ്ഞു ഈ പുല്ലുകളൊക്കെ വൃത്തിയാക്കി ഇവിടെ ഓണല്ല വരുന്നെന്ന് പറഞ്ഞു. മനഃപൂർവ്വം അത് വൃത്തിയാക്കാണ്ടിരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലും ഇഷ്ടംപോലെ ഔഷധ സാധനങ്ങളുണ്ട്. മുക്കുറ്റി ഇവർക്ക് അരച്ച് കഴിക്കാനായിട്ട് നിറയെ മുക്കുറ്റി നമുക്ക് വേറെ സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞു വേണ്ട. ഇഷ്ടംപോലെ മുക്കുറ്റിയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ വല്ല റോഡ് സൈഡിലേക്കൊക്കെ പോകണം. കഴിഞ്ഞ തവണ ഇല്ലാത്ത കാരണം ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയില്ല. പറിച്ചോണെന്ന് അതെ നിനക്കറിയില്ലല്ലോ. കാലത്ത് എൻ്റെ മുക്കുറ്റിയാണെന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് സൈഡിൽ നമ്മള് ചെത്തിന്റെ രണ്ട് സൈഡില് ഈ സൈഡിൽ ചെത്തിക്കിണ്ട് അതൊക്കെ മുങ്ങിപ്പോയിരിക്കാണ്. അപ്പൊ ഞാൻ ഇത് ഇന്നത്തെ ഇത് വെടുപ്പാകാൻ തീരുമാനിച്ചു. കറുപ്പയ്യണ്ണനെ വിളിച്ചപ്പോ ആള് നാട്ടിലാ, തമിഴ്നാട്ടിലാ, ഇപ്പോഴൊന്നും വരില്ല ആള്. വെടുപ്പാകണ ഒരു നമ്മുടെ സുജിതയാണ്. സുജിതനെ ഹെൽപ്പ് ചെയ്യാൻ വരാന്ന് പറഞ്ഞത്. സുജിത അവിടെ വെടുപ്പാക്കി തുടങ്ങി. ഞാനും ഇറങ്ങാൻ പോവാണ്. അപ്പൊ വെടുപ്പാക്കിട്ടേ ഈ ചെത്തികളാണ്ടാ, ഈ ചെത്തിയൊക്കെ കാട് പിടിച്ചാണ് നിൽക്കുന്നത്. ഈ ചെത്തീനെയൊക്കെ എടുത്തിട്ട് മറ്റേ പൊത്തുകളുണ്ട് അവിടെ അടച്ചിട്ടുണ്ട്. ഇല്ല മതിലുമലേ പൊത്തുകൾ സൂക്ഷിച്ചോളൂന്ന് പറയാ. നിനക്ക് ചെരുപ്പില്ലേ? ചെരുപ്പിട്ടൊന്നും ഇവിടെ വല്ല കല്ല് കാലുമ്പോ കയറില്ലേ? ഇങ്ങനത്തെ ചെരുപ്പ് ഇട്ടോ. ഇങ്ങനത്തെ ചെരുപ്പ് വരാം. നിന്റെ നല്ല ചെരുപ്പ് ഇട്ടിട്ട് ചെളിയിൽ നടക്കണ്ട. ഇങ്ങനത്തെ ചെരുപ്പില്ലേ? അപ്പൊ സരിത രംഗത്തിറങ്ങണില്ലേ? സരിതയ്ക്ക് തൃശ്ശൂർക്ക് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിത് ചെയ്യും. അതിപ്പോ പറഞ്ഞാലും ഇപ്പൊ എല്ലാവർക്കും അറിയാം, വിശ്വസിക്കില്ല. ഞാനും സുജിതയും ഇത് വെടുപ്പാക്കാൻ പോവാണ്. ഞാനേ വീട്ടിലേക്ക് പോവാ, എന്റെ വീട്ടിലേക്ക്. ഒരു അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട് എനിക്ക്. പോയിട്ട് ഇപ്പൊ വരും. ഞാൻ അങ്ങോട്ട് പോവാ. അപ്പോഴേക്കും ഞങ്ങള് ഇത് വെടുപ്പാക്കി ഇവിടുന്ന് കഷ്ണം ഇതിന് ചെത്തിയില്ലേ ഇത് വെട്ടിയിട്ട് ഇപ്പുറത്ത് നിരത്തി വെക്കും. ഇരുവശവും പൂക്കളാൽ വെട്ടി വെച്ചാ ഉണ്ടാവൂ. ചെത്തി ഒടിച്ചു വെക്കല്ലേ ചെയ്യാ. അപ്പൊ ഈ രണ്ട് സൈഡും ഇതിന്റെ ഇടയിൽ നമുക്ക് മറ്റേ സാധനം വെക്കാം. ഇതിന്റെ അല്ല, രണ്ട് ചെത്തിയുടെ ഇടയിൽ ഗ്യാപ്പില്ലേ, അവിടെ നമുക്ക് മറ്റേ നന്ദിയാർവട്ടല്ലേ കുഞ്ഞു വെള്ളപ്പൂവ്, ഇത്ര ഹൈറ്റ് ആയിട്ട് ഇങ്ങനെ നിറച്ച് വെള്ളപ്പൂ ഉണ്ടായി നിൽക്കണ ആ വെള്ളപ്പൂ ഉണ്ടാവണ അത് ഇടയിൽ വെച്ച് കൊടുക്കാം. അപ്പൊ ചുവപ്പ് വെള്ള അങ്ങനെ രണ്ട് സൈഡായിട്ട് നിൽക്കണ ഭംഗിയുണ്ടാവും. ഞാൻ പോകുകയാണ്. അങ്ങനെ ഞാനും സുജിതനെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചല്ല, ഞാൻ വന്നു. നമുക്കുള്ള വെള്ളമാണിത്. നല്ല പൊരി വെയിലത്താ. ഇല്ല വെയിൽ അത്രയ്ക്കില്ല അല്ലേ സുജിത? ഇതാണ് ആനത്തൊട്ടാവാടിയിട്ടാ. നമ്മുടെ മുള്ളുണ്ടാവും. കൃഷി സ്ഥലങ്ങളൊക്കെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ആനത്തൊട്ടാവാടി ഇപ്പം ഭയങ്കര ഭീകരനാണ്. മുള്ളുണ്ടാവും. പെട്ടെന്ന് പടർന്ന് കയറുന്ന സാധനമാണ് ആനത്തൊട്ടാവാടി. ഒരു ഗുണമില്ലാത്തൊരു സാധനം. ഇത് ബ്രസീൽ അങ്ങനത്തെ ഏതൊരു രാജ്യത്താണ് ഇവൻ്റെ ജന്മദേശം കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ പിടിച്ച് കഴിഞ്ഞ് കൈ മുറിയും. അപ്പോൾ അങ്ങനെ ഞാനും വലി തുടങ്ങാൻ പോവാണ് ഇവിടുത്തെ വെടുപ്പാക്കൽ. സരിത വരുമ്പോഴേക്കും ഇവിടെ വെടുപ്പാക്കി തൊട്ടാവാടിയുണ്ട്. മറ്റേ ഒറിജിനൽ തൊട്ടാവാടി. തൊടുമ്പോഴേക്കും കൂമ്പി കണ്ടാ. സുജിതര പിള്ളേർക്ക് ഇന്ന് ട്യൂഷൻ ഉണ്ടാ? മൂത്താൾക്ക് പരീക്ഷ. അതെ, ഇന്നൊരു പരീക്ഷ മലയാളം. അവര് നന്നായി പഠിക്കുവോ? നന്നായി പഠിക്കും. ഇതാണ് കൂടുതലേ. ഈ വശത്ത് ആനത്തൊട്ടാവാടി കൂടുതലുണ്ട് സുജിത. മുന്നിലുണ്ട്. മറ്റുള്ള ഭയങ്കര സാധനങ്ങളാ. അതൊക്കെ ഇതൊന്നും നമുക്ക് കാണാൻ കിട്ടി തുടങ്ങില്ല കേട്ടോ. ഇവരൊക്കെ പുറത്തേക്ക് വന്ന് തുടങ്ങി, തല നീട്ടി തുടങ്ങി. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഞങ്ങളെ നോക്കാണ്ടിരുന്നോ? ഏത് ചെത്തികൾ പറയുന്നുണ്ടായി. ചെത്തികൾ ചെത്താൻ പറ്റില്ല. ഇവിടെ വഴിയിൽ വേസ്റ്റുകളും ഈ കരിങ്കല്ലിൻ്റെ പീസുകളൊക്കെ കൊണ്ടുവന്നിട്ട് കൈക്കോട്ടുകൊണ്ട് അങ്ങനെ ചെത്താൻ പറ്റില്ല. സുജിത എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 10ാം ക്ലാസ്സിൽ ജയിച്ചോ തോറ്റോ? ജയിച്ചു. എന്തോരം മാർക്ക് ഉണ്ടായിരുന്നു? 450. 450 മാർക്ക് ഉണ്ടായിരുന്നു നിനക്ക്? അതെ, പിന്നെ വയ്യാണ്ടായി. ഈ മറ്റേ ഇത് ഡിസ്റ്റിങ്ഷൻ ഗ്രേഡിന്റെ സമയത്ത്. ഗ്രേഡ് അല്ല, ഞാൻ ചോദിക്കട്ടെ. ഞങ്ങളുടെ ഗ്രേഡിങ് ആയിരുന്നു. എന്നിട്ട് എന്തൊരു ഗ്രേഡായിരുന്നു? 7 അല്ല, 450 കിട്ടണമെങ്കിൽ അപ്പോൾ ഫുൾ A+ ആയി ഉണ്ടാവുക? ഇല്ല, 10 വിഷയം കൂടെ ഉണ്ടായിരുന്നില്ലേ. ഏത് കൊല്ലായിരുന്നു?
2006 2006 സരിത 1997 ഞങ്ങളുടെ ഗ്രേഡിങ് തുടങ്ങി. സരിതയ്ക്ക് 488 മാർക്കായിരുന്നു 1997. നിങ്ങളുടെ സമയത്ത് ഗ്രേഡിങ് ആയിരുന്നു? 8ാം ക്ലാസ് തൊട്ട് ഗ്രേഡിങ് തുടങ്ങി. അതെ, ഞാൻ പഠിക്കുമ്പോ 10ലെ ആദ്യത്തെ ഗ്രേഡിങ് ഞങ്ങളുടെ. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് പിന്നെ പഠിക്കാൻ പോയില്ലേ? പഠിക്കാൻ പോയില്ലേ, വയ്യാണ്ടായി. എന്തിട്ട് വയ്യ? ഓപ്പറേഷൻ ചെയ്യണ അപ്പൻഡിക്സിന്റെ. അതില് എന്നിട്ട് പഠിക്കാൻ പോയില്ല? പിന്നെ പോയില്ലേ, കമ്പ്യൂട്ടറൊക്കെ പഠിക്കാൻ പോയി. പേടിച്ചിട്ടാ പോവാൻ. ഇംഗ്ലീഷ് വലിയ വശല്ലേ. +2 ഇംഗ്ലീഷാന്ന് പറഞ്ഞപ്പോ പേടി. അത് ശരി, ഭയങ്കര തമാശയില്ല. അല്ല, അപ്പൻഡിക്സിന്റെ ഇത് വലിയ സംഭവം ഒന്നല്ലല്ലോ. ചേർത്തണ സമയത്തായ. ചേർത്ത സമയത്ത് പിന്നെ അപ്പൊ പിറ്റേ കൊല്ലം എന്താ പോകണ്ടിരുന്നേ? അതന്നെ ഇംഗ്ലീഷിന്റെ. പിന്നെ പോയില്ലേ. ആ പഠിപ്പിനോടുള്ള ആ ടച്ച് കിട്ടുക. പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് എന്തൊരു കമ്പ്യൂട്ടർ? DTP. പിന്നെ MS ഓഫീസ്, ടാലിയുടെ പകുതി വരെ പഠിച്ചു. എന്നിട്ട് കടയിൽ പോയി. എന്തൊരു കടയാ? തുണിക്കട. കൊല്ലൂര് മേച്ചേരിയില? അല്ല, സിറ്റി സെന്റർ, തൃശ്ശൂർ. സിറ്റി സെന്റർ. എന്നിട്ട് ഫുൾ റൗണ്ട് ആയിരുന്നു അവിടെ. അല്ലാതും ചെയ്യണോ? അതെ, സിറ്റി സിൽക്കാണോ കട? സിറ്റി സെന്റർ മറ്റേ വലിയ ബിൽഡിങ്, മറ്റേ നമ്മുടെ സിറ്റി സെന്റർ മനസ്സിലായി. അതില് സിറ്റി സിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കട ഉണ്ടായിരുന്നു തുടങ്ങിയ ടൈമിലാണ്. അല്ല, ലേഡിക്കായിരുന്നു പറഞ്ഞിട്ട്. മുസ്ലിമുകള് പെണ്ണുങ്ങൾ മാത്രം നടത്തുന്നതാ. അതെ, ഓണർമാര് മുതലാളി പെണ്ണുങ്ങളാ. എന്നിട്ട് അത് ഇപ്പൊ അതിൽ എത്ര കൊല്ലം പോയി? 2012 വരെ പോയി. 2006 മുതൽ 2007-8 പോയിട്ടുള്ളൂ. 3-4 കൊല്ലം പോയില്ലേ? ഫുൾ റൗണ്ട് ആയിരുന്നു അവിടെ. എന്നിട്ട് ഓൾറൗണ്ടർ ആയിരുന്നു അവിടുത്തെ. കട തുറക്കല്, അടക്കല്, അതൊക്കെ നിനക്കായിരുന്നു? ചെറിയ കുട്ടിയെ അതില് ഏറ്റവും ചെറുത് ഞാൻ മാത്രമാണ്. അതെ, അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാ? ഇല്ല. അത് കഴിഞ്ഞിട്ട് 2012 കല്യാണം കഴിഞ്ഞു. അവിടുന്ന് പോകുന്നൊരു കല്യാണം കഴിഞ്ഞു. പിന്നെ പോയിട്ടില്ല. അങ്ങനെ സുജിത പഠിപ്പ് പോയി. ഞാൻ അതാണ് എന്റെ മക്കളോട് പറയണത്, പഠിക്കുന്നു. നന്നായി പഠിക്കാൻ പറയുന്നില്ലേ? എന്റെ ഗതി വരണ്ടാന്ന്. പഠിക്കാൻ പറ്റിയിട്ടും പഠിക്കാണ്ട് നിന്ന ആളാ ഞാൻ. ഞാൻ വിചാരിച്ചു നീ അങ്ങനെ പഠിക്കണ ഇതൊന്നല്ലാന്ന് വിചാരിച്ചാ. നീ നന്നായി പഠിച്ചോടുന്നില്ലേ? ഒരാളുകളുടെ ഓരോ ഇത് കണ്ട തലവര വേണമെന്ന് പറയില്ലേ, ദൈവം തലയില് വരച്ചത് പോലെ വരുള്ളൂ. ദൈവം എന്നിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെ ആവുള്ളൂ. നോക്കിയേ, പഠിപ്പില്ലാത്ത ഞാൻ പുല്ല് വലിക്കുന്നു, പഠിപ്പുള്ള നീയും പുല്ല് വലിക്കുന്നു. അതന്നെ, ഏത് പണി ചെയ്താലും ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. സുജിതയ്ക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാണ് കേട്ടാ. 3 മക്കള് കേട്ടാ. അല്ല, 3 മക്കളില്ലേ? 2 പേരല്ലേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ? 3 ആള് വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. 3 ആളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? 2 ആണും അല്ല 2 പെണ്ണൊരാണും. അതല്ലേ, ഇവിടെ വന്നിട്ട് സ്വർണ്ണപ്പണി പഠിച്ചു. എവിടെ വന്നിട്ട് സ്വർണ്ണപ്പണി പഠിച്ചാ? ഇവിടെ വന്നിട്ട് സ്വർണ്ണപ്പണി പഠിച്ചു. അത് ഏത് കൊല്ലത്തിലാ? 2012-13 ഈ പൊള്ളപ്പണിയെ എല്ലാം മറ്റേ ജയന്തി കട്ട, ജയന്തി കോർക്കല. കോർക്കല് വലിയ അതില് കട്ട കയറ്റി വെക്കും, പൊടി ഇടും. അത് എത്ര കൊല്ലം പണതു? അത് 2019 വരെ. പിന്നെ കൊറോണ ഒന്നുമില്ല അല്ലേ? അമ്മയ്ക്ക് വയ്യാണ്ടായേ, ഇവിടുത്തെ അമ്മയ്ക്ക്. അപ്പൊ ഉണ്ണിയാളെ നോക്കാൻ പറ്റില്ല അമ്മയ്ക്ക്. അപ്പൊ നിർത്തിയതാ. നമുക്ക് പണി തന്നിരുന്നതാ വീട്ടിലേക്ക്. ഷാജി പാലക്കാരൻ. അവിടുത്തെ അല്ലേ? പടവരാട്. ക്രിസ്ത്യാനിയുടെ അടുത്തില്ലേ? പടവരാട്. അതിൽ വരുമാനം ഉണ്ടായിരുന്നു? ഓണത്തിനൊക്കെ 10-20,000 കിട്ടും. ബോണസ് കിട്ടുമോ? 15,000 കിട്ടുമായിരുന്നു ഓണത്തിനല്ലേ? അവരെ മാത്രം പണിക്കാ കിട്ടുള്ളൂ, ഇവിടെ ഇല്ല. സ്ഥിരമായിട്ട് പണി ഉണ്ടായിരുന്നല്ലോ അല്ലേ? പണിയാണ്, ആളുടെ പണി നല്ല ഫിനിഷിങ്. അതെ, പിന്നെ നിർത്തിയില്ലേ? അമ്മയ്ക്ക് വയ്യാണ്ടായി, പിന്നെ ഡയാലിസിസ് ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പണിക്ക് ഇറങ്ങി 2 കൊല്ലായി. വേറെ വീട്ടിലുണ്ടല്ലേ പണി? അവിടെ പുല്ലുവലിയുണ്ട്. അവിടെ പുല്ലുവലി ഉണ്ടല്ലേ? അവിടെ ആഴ്ചയില് ഒരു ദിവസം അവിടെ എല്ലാവരും കടയിലേക്ക് പോകാനാ പറയണതേ. കടയിൽ പോയി പിള്ളേരെ നോക്കാൻ പറ്റില്ലല്ലേ? പണിയുടെ ഇടയിലേ സ്കൂളിലേക്ക് കൊണ്ടാക്കണം. 3:30 ആകുമ്പോൾ വേണമെങ്കിൽ സ്കൂൾ തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷെ കുട്ടികൾ ചെറുതല്ലേ. അപ്പോൾ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 7 ആകുമ്പോഴല്ലേ വരാൻ പറ്റുള്ളൂ അല്ലേ? കാലത്ത് പോയി കഴിഞ്ഞാൽ 7 ആകുമ്പോൾ വരാം. അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് സുജിത കടയിലേക്ക് പോകാണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ. ഇനി വേറെ വീടുകൾ കിട്ടിയാൽ പോവാല്ലേ? തൊട്ടടുത്ത് ഇങ്ങനെ നല്ല നമുക്ക് പറ്റിയ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ പറ്റിയ വീടുകളുണ്ട്. ഇപ്പൊ പണി ഉണ്ട്, അവർക്ക് പണി ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ. അങ്ങനെ സുജിതയുടെ കാര്യം, ജീവിതത്തിൻ്റെ ഗതികൾ മാറി, അല്ല വിഗതികൾ മാറലണ്ട. സ്വർണ്ണ പണിക്ക് വീട്ടിലൊരു പണി നടക്കില്ല, അല്ല 12 മണി വരെ പണിയാ.
രാത്രി 12 മണി വരെയാ? പിള്ളേരൊക്കെ നോക്കണ്ട, സ്കൂളിലേക്ക് വിടണം. ആ ഇവിടെയും ഒരു ടൈമിൽ അങ്ങനെ തന്നെയായിരുന്നു. നേരം വെളുക്കണ വരെ പണി. നേരം വെളുക്കാറാവും, രാത്രി ഉറക്കം വെച്ച് തല കറങ്ങി വീഴും. എന്നിട്ട് പിന്നെ 5 മണി 5:30 ആവുമ്പോഴാണ് പണി കൂടുതൽ. ആരെങ്കിലും കഴുത്ത് പിടിച്ച് ഞെക്കി കൊന്നാ മതിയായിരുന്നില്ലെന്ന് തോന്നും ആ സമയത്തൊക്കെ. നമ്മളേ ആ ലെവലായിരുന്നു ഇപ്പോൾ സ്വർണ്ണപ്പണി. അത് കഴിഞ്ഞിട്ട് നേരം വെളുത്ത് 6-7 മണിയാകുമ്പോഴേക്ക് വീണ്ടും തുടങ്ങായി. ഓണത്തിന്റെ ടൈമിൽ തലേന്ന് പൊങ്ങില്ല. ഇങ്ങനെ ഈ യാന്ത്രികമായിട്ട് ഇങ്ങനെ പണിയുണ്ടെന്ന് ഉള്ളത്. ഓണത്തിനൊക്കെ ഞങ്ങൾക്ക് 20,000 പരിപാടി ആഴ്ചയില് പണിക്കാശ്, പിന്നെ ബോണസും. കുറേ കൊല്ലം സ്വർണ്ണപ്പണിയിൽ കിടന്ന് നരകം പിടിച്ചു. അതങ്ങനെ ഒരു കാലം. അപ്പൊ ആ സീസൺ അല്ലായിരുന്നു അല്ലേ? ആ എന്റെ ആള് +2 വരെ പഠിച്ചതാ. അതെ, ഭർത്താവ്. എന്നിട്ട് കൂടെ പഠിച്ചവർക്കൊക്കെ ബാങ്ക് ജോലി. ആള് സ്വർണ്ണപ്പണിയില് മൂച്ചായപ്പോളേ ചേട്ടൻ അധികം പഠിപ്പില്ല ആളുടെ ചേട്ടനെ. അപ്പൊ ചേട്ടൻ സ്വർണ്ണപ്പണി കണ്ട് കണ്ട് അതില് കൗതുകം പിടിച്ച് പോയില്ല. അത് ശരി. അപ്പൊ ഓരോരുത്തരെ തലകണ്ട പഠിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പഠിപ്പില്ലാത്ത ആളുകള് ജീവിതത്തിൽ ഭയങ്കര വിജയം നേടുന്നവരുണ്ട്. അതൊക്കെ സാധാരണയാണ്. പഠിച്ചാൽ മാത്രം ജീവിതത്തിൽ വിജയിക്കൊന്നുമില്ല. ചേച്ചി പോയില്ലേ? സരിതേ പോകാൻ നിൽക്കണോ? ഓട്ടോറിക്ഷ വരണം. ഞാൻ കൊണ്ടുവന്നാക്കാന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഓട്ടോറിക്ഷ ഇപ്പോൾ എത്തും. സരിത യാത്ര വന്ന് നിൽക്കുക പോകാനായിട്ട്. ഓട്ടോക്കാരനെ നോക്കി കേട്ടാ, അതിപ്പോൾ ഓട്ടോക്കാരൻ വരും. ഇവിടെ കൂട്ടിയിട്ടാലും മതി സുചിത. അത് അവിടുന്ന് മറ്റേ അർബാൻ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്നിടാം. അപ്പം നമ്മൾ ഈ വലിക്കുന്ന ഈ പുല്ലില്ലേ, ഇത് മഴ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സാധനം തന്നെ ഇല്ലാണ്ടായി വരും. ഇതൊരു തരം പായൽ പോലത്തെ ഒരു സാധനമാണ്, കണ്ടില്ലേ? അതിനകത്ത് ഈ ആയുസില്ല ഈ സാധനത്തിന്. മഴക്കാലത്ത് നന്നായിരുന്നു വളരുന്നു മാത്രം. വെയിലിന് അങ്ങനെ ചൂടൊന്നുമില്ലല്ലോ. സരിത പറഞ്ഞേ തണലത്ത് ആക്കിവിടെ നിന്ന് തണൽ നോക്കിയിട്ടാണെങ്കിൽ ഇങ്ങനത്തെ പണികൾ പണിയാൻ പറ്റും നമുക്ക്. തൊട്ടവാടിന്ന് കണ്ട മാനം കാമറി വരണ്ടല്ലോ. കാമറേ പുല്ലില്ലേ? ഇപ്പൊ ഈ പുല്ല് 2 സൈഡ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ ഇരിക്കുമ്പോ ശരിക്കും ഈ പുല്ലിന്റെ മുകളിലത് ഈ പാലില്ലേ, ഇതിങ്ങനെയുടെ കാണും. ഇങ്ങനെയുടെ ഒഴുകിയോ എങ്ങനെ നല്ല രസാ. കാമര അവിടെ നിന്ന് ഓടി വരുന്നതാ. കാമരയുടെ വാല് എപ്പോഴും ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെയുണ്ട്. ഇതാണ്ടാ നോക്കിയാ ആ വാല്. അത് തിരുവടി പൊങ്ങും ഇതാ കേട്ടാ. ആ വാലിൻ്റെത് അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇനി കാമരയുടെ കടടക്കം കാണാന്നേ. ഇനി കാമരയുടെ കാലടക്കം കാണാം അവിടെ നോക്കുമ്പോൾ. സുജിത്ക്ക് ഇനി പഠിക്കാനായിട്ട് അവസരം കിട്ടി കഴിഞ്ഞാൽ പഠിക്കുമോ? ഇനി പഠിക്കാനായിട്ട് അവസരം കിട്ടിയാൽ പഠിക്കുമോന്ന്? പഠിക്കാൻ പോവാ ആഗ്രഹമുണ്ട് പിള്ളേരെ പഠിക്കുമ്പോ. അല്ല, നമുക്ക് ചിലപ്പോൾ ഓരോരുത്തർക്ക് ചിലപ്പോൾ 10-60 വയസ്സായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു കേട്ടില്ലേ, ഡിഗ്രി നമ്മൾ പേപ്പറിലൊക്കെ കണ്ടിട്ടില്ലേ? അല്ല, അതുപോലെ പഠിക്കാനാ പോവെന്ന് ചോദിച്ചേ. പോവണം. എന്നോട് അംഗനവാടിക്ക് പോവാൻ പറഞ്ഞ അംഗനവാടി ഹെൽപ്പർ ആയിട്ടില്ലേ, അപേക്ഷ കൊടുക്കാൻ മെമ്പർ. നമ്മുടെ ഓട്ടോ വന്നു. സുമേഷേട്ടൻ വീഡിയോയിൽ വിട്ടു. അവിടെ ഒരാള് ചോറിനായിരിക്കവള്. അന്ന് പോയില്ലേ ജഗുനെ കൊണ്ടുവന്നില്ലേ ആ വീട്ടിലേക്ക്, കുറുക്കഞ്ചേരി. നമ്മുടെ ഈ സൈഡ് ഒരുവിധം കഴിഞ്ഞു. ഇതിപ്പോൾ ഭയങ്കര മറ്റേ ഈ നമ്മുടെ ആ പറമ്പിലത്തെ പോലെ ഇങ്ങോട്ട് പുല്ല് ചെത്തി ഭംഗിയാക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ ഇടയിലും മുഴുവൻ ഈ കല്ലുകളാണ്. അപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ ഈ കൈക്കോട്ട് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ കല്ലുകളുണ്ട്. അപ്പോൾ കൈക്കോട്ടുമ്പോൾ കില്ലിന്നുള്ള ശബ്ദമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ വലിച്ച് ഇടാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സൈഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ സൈഡിലേക്ക് കടന്നു. കുറച്ച് എത്തണേ നമുക്കേ. ഇത് കാണുന്ന പോലെ കേട്ടോ, ഈ നമ്മളിപ്പോൾ ഈ വഴിയില്ലേ, നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നോട്ടിട്ട് നമ്മുടെ വീട് വരെ 4 മീറ്റർ വീതിയാണ്. 4 മീറ്റർ വീതിയുണ്ട് കേട്ടോ അതിന്. കാണുമ്പോൾ വിചാരിക്കും അതിപ്പോൾ ഈ കാട് പിടിച്ച് കിടക്കുന്ന കാരണം ഒരു ഓട്ടോറിക്ഷയ്ക്ക് വരാൻ പറ്റിയിട്ടുള്ള ഒരു വഴി പോലെ തോന്നിക്കും. അത്രയ്ക്ക് വീതിയുള്ള തോന്നിക്കും. 4 മീറ്റർ വീതിയുള്ള വഴിയാണിത്. അതാ അവിടെ നിന്ന് തൊട്ടിട്ട് ഇവിടം വരെ, അവിടെ നിന്ന് ഇവിടം വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-250 മീറ്റർ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമ്മുടെ വീട് വരെയുള്ള ദൂരം ഉണ്ട് കേട്ടോ. നമ്മുടെ ഉന്തുവണ്ടി കേടായി അർബാൻ. അപ്പം അല്ലാണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നത് ഇതല്ലാണ്ട് അവിടെ
കേടായതല്ല, നമ്മുടെ ഒന്നും വേണ്ടിയില്ല. ആ പിടി ഒടിഞ്ഞു, 2 പിടി ഒടിഞ്ഞു. ഇത് കഴിഞ്ഞോടി ഈ സരിതനെ കൊണ്ടുവരാനും പോകണം. സുജിത അവസാനം പറയലോ, ഞങ്ങൾ തകർത്ത് പുല്ലുവലിന് കേട്ടാ. മഴ പോയി, അതാണ് രക്ഷപ്പെട്ടു. ആ മഴയുടെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. സുജിതയ്ക്ക് ഇനി പഠിക്കാൻ അവസരം കിട്ടി കഴിഞ്ഞാലേ ആരാവാൻ ആഗ്രഹം? അയ്യോ, വേറെ ഒന്നാവാൻ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ മതി. വേറെ ഒന്നും ആഗ്രഹമില്ല. ശമ്പളം അല്ല പെൻഷൻ കിട്ടില്ലോ. ഗവൺമെന്റ് ജോലി കിട്ടണമെങ്കിൽ അപ്പൊ പരീക്ഷ PSC എഴുതണ്ടേ? എഴുതണ്ടാ? നോക്കട്ടെ, സമയമൊക്കെ സെറ്റ് ആവട്ടെ. സമയം സെറ്റ് ആകുമ്പോ പ്രായം കഴിഞ്ഞു പോലേ. ആ പുല്ലും കൂടെ ഇവിടെ കൂട്ടിയിടും, ഇവിടെ കൂട്ടിയിടും. അവിടെ നിന്ന് ഉണങ്ങി വളയോടും. അപ്പോൾ ഗവൺമെൻറ് ജോലി എൻ്റെ ആഗ്രഹം. പെൻഷൻ കിട്ടണം അല്ലേ? മറ്റേ പെൻഷൻ്റെ ഒരു പദ്ധതി ഉണ്ട്, 902 രൂപ അടച്ചു കഴിഞ്ഞാൽ 5000 രൂപ പെൻഷൻ കിട്ടുന്നത്. അത് ബാങ്കുകളിലുണ്ടാവും. 40 വയസ്സ് വരെ പെട്ടില്ലൊന്നുകൊണ്ട്, അല്ല 35 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പെട്ടില്ലൊന്നുകൊണ്ട്. എല്ലാ മാസം 900 ഉണ്ടായില്ല, നിനക്ക് 900 ഉണ്ടായില്ല. അത് പ്രായം കൂടുതലാണ് 900 രൂപ. പക്ഷെ 5000 രൂപ മാത്രമേ മാക്സിമം പെൻഷൻ കിട്ടില്ലെന്നുകൊണ്ട് കേട്ടാ. ആരോടെങ്കിലും ചോദിച്ചറിയാം, എനിക്കറിയില്ല, കേട്ടിട്ടുള്ളതാ. അങ്ങനെ നമ്മുടെ വഴി വെടുപ്പായി. നോക്കിയേ, അറ്റം വരെ എടുത്ത് നോക്കി. സുജിത പണി കഴിഞ്ഞ് കൊട്ടയുമായിട്ട് വരുന്നു. ഭംഗിയായില്ലേ സുജിത? ഇനി നമ്മള് ചെടി വെട്ടി കുഴിച്ചിടാം. ചെടി വെട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കണ്ടത് കൂടുതലുള്ളതുണ്ട്. ഇത് ഇതിന്റെ സുജിത പറഞ്ഞിട്ട് തണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കനള്ളത് നോക്കിയിട്ട് കലകാലം നമുക്ക്. അപ്പൊ നിന്റെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഒരെണ്ണത്തിനെ അടക്കാൻ പോകും കേട്ടാ. ഉണ്ടാവോ? ഉണ്ടാവും. ഇത് അങ്ങനെ തന്നെയല്ലേ കുഴിച്ചിടാറ്, കൊമ്പല്ല കുഴിച്ചിടാ. ഞാൻ ഈ സൈഡിലേക്ക് തള്ളി നിൽക്കുന്നതൊക്കെ വെട്ടി കളയാൻ പോവാ. അപ്പൊ അവിടെ അങ്ങനെ ചേട്ടൻ വെച്ച കൊമ്പല്ല കുഴിച്ചിട്ട്? അല്ല, ഈ സാധനത്തിന് ഒരെണ്ണത്തിന് 130 രൂപ തൈക്ക്. ഇതുപോലത്തെ 10-14 വെച്ചതാണ് അവിടെ വരെ. തൈ വാങ്ങിച്ചോണ്ടാ നഷ്ടം നമുക്ക് വാങ്ങിക്കരുതേ. അപ്പൊ നമുക്ക് കൊമ്പ് കുഴിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഉണ്ടാവും ഇങ്ങനെ ഇതിന്റെ കൊമ്പ കുഴിച്ചിടാറ്. നല്ല രസം അത് വെട്ടില്ലേ, കണ്ടാ. വെറുതെ വെട്ടി നശിപ്പിക്കാൻ തോന്നും അല്ലേ? തലയുണ്ട് കളിക്കളയാ നമുക്ക്. ഇതിൽ കനളേറി. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടി വരും. അത് നല്ല അത് കുഴപ്പമുണ്ടാവില്ല. ഇത് കനുണ്ട്. അല്ല, നോക്കിയോ, നട്ടോക്കാം. വെടുപ്പാക്കല് കഴിഞ്ഞു. നീ ചെടികൾ നടാൻ നല്ലതുകൊണ്ട്, ചെടികൾ വാങ്ങിക്കാൻ നല്ലതുകൊണ്ട്. ഇത് കൊച്ചൊക്കെ 2 നീ വീട്ടിൽ കൊണ്ടുപോക്കോ. അല്ല 2 വെച്ച് നോക്കായിരുന്നില്ല, ഉണ്ടാവോ നോക്കിട്ട് മേടിച്ചാ പോലെ. നോക്കി നോക്കാം. വെറുതെ കാശ് കളയല്ലേ. അല്ല, ചിലപ്പോ പൊടിക്കില്ല. ചിലപ്പോ ഞങ്ങള് കൊമ്പ് വെച്ചിട്ടുണ്ടായത്. അതെ, ഞങ്ങളുടെ അവിടെ വേറെ ചെറ്റിയ റോസ് പോലത്തെ വെള്ള ഇതേപോലത്തെ ഉണ്ടായിരുന്നു. അത് കട്ട വിരിച്ച് ലെവലാക്കിയപ്പോ അതിന്റെ സ്ഥാനം പോയി, അത് കളഞ്ഞു, പിന്നെ ഉണ്ടായില്ല. കുഴപ്പമില്ല. ഇങ്ങോട്ട് ചാഞ്ഞിക്കണൊക്കെ ഞാലേക്ക് കളയാൻ പോവാ. ഇനി തൈ വാങ്ങിച്ച് കുഴിച്ചിടാം. തയ്യിന് നല്ലത്. തയ്യാൻ പറ്റടിക്കാണ്ട് ഉണ്ടായോളൂ. അപ്പോൾ തൈ നാളെ വാങ്ങിക്കാൻ പോയിട്ട്. ഇത്ര ബല നല്ല സുഖമുണ്ടല്ലേ? വെട്ടോട് നിൽക്കാൻ തോന്നും, വെട്ടി നിൽക്കാൻ തോന്നും. ഭംഗിയില്ലേ? നോക്കിയേ എങ്ങനെ ഇരുന്ന സ്ഥലമാണ്. നോക്കിയത് ചെടികൾക്ക് ഉഷാറ് വന്നൂല്ലേ? അല്ല, പ്രൂണിങ് നടത്തണം. അപ്പോഴാണ് ഇവര് അന്നേരം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വെറുതെ അയ്യോ പോയി. ഇല്ലേ, കുഴപ്പമില്ല. ഇനി ഇതിപ്പോ നല്ല ചില്ലവരേ. ഇത് ഞാൻ കൊണ്ടുപോയി കുഴിച്ചിട്ടോ. നീ കൊണ്ടുപോയി കുഴിച്ചിട്ടോ. അപ്പോൾ നമുക്കിനി ചെത്തി വാങ്ങിക്കാനായിട്ട് നമുക്ക് മണ്ണുതിക്ക് പോവാം. അതുവരയ്ക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. ചുവപ്പ് കളറിലെ ചെത്തി 12 എണ്ണം എടുക്കുന്നത്. 12 എണ്ണം നിരത്തി. അപ്പോൾ നമ്മളിത് വാങ്ങിക്കുന്നത് കണ്ട സൗത്ത് ഇന്ത്യൻ അഗ്രികൾച്ചർ ഫാം. അപ്പോൾ നമ്മുടെ ചെടികളെടുത്ത് വയ്ക്കുകയാണ് ചേച്ചിമാര്. 12 എണ്ണം. ചേച്ചിയുടെ പേരെന്നാ? എൻ്റെ പേര് ഞങ്ങളുടെ ഫോട്ടോ ഒന്നും എടുക്കണ്ട. ദേ അടച്ചു. അപ്പോൾ നമ്മൾ വന്നു സാധനം എടുക്കാനായിട്ട് കൊണ്ടാ. 12 എണ്ണം അവരതിൽ കൊള്ളിച്ചു. സരിത, ഇത് ഭയങ്കര ലൂടാ. ഉഗ്രൻ ചെടികളാട്ടോ. നോക്കിയേ, നമ്മൾ അന്ന് വാങ്ങിച്ച പോലത്തെ അല്ല, പൂജന്ന് വാങ്ങിച്ച പോലത്തെ അല്ല. നല്ല വലിപ്പമുണ്ട് അല്ലേ? നല്ല വലിപ്പൊന്നും മാത്രല്ല, അതിന് ഭംഗിയുണ്ട്. 150 രൂപ ഒരെണ്ണത്തിന്. അതെ, നമ്മളൊക്കെ നമ്മൾ ഈ ചെടികൾ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങില്ലേ, പൂക്കളിൽ ശ്രദ്ധിച്ചു തുടങ്ങില്ലേ. പക്ഷെ പൂക്കൾ വെച്ച് ഭംഗി തുടങ്ങിയപ്പോൾ പിന്നെ അതിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. അപ്പോൾ നമ്മൾ വഴി മനോഹരമാക്കാൻ പോവാണ് 2 സൈഡും.
വഴിക്ക് പോവാ. അപ്പോൾ നമ്മൾ അർബാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സരിത പണിയെടുക്കില്ല എന്നുള്ള പരാതി വേണ്ട. നീ ഞാനത് തള്ളാൻ പോണേ. അയ്യോ ചേട്ടൻ, ഞാൻ തള്ളിയത് മറിഞ്ഞു വീഴും. ഇല്ല നോക്കട്ടെ, ഡ്രൈവിങ് അറിയുമെന്ന് അറിയട്ടെ. മറിഞ്ഞു പോയി. ഇത് നാശമായി കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയരുത് കേട്ടാ. കുറ്റം പറയില്ലേ വലിക്ക്. ഇതിപ്പോൾ എനിക്ക് ആക്കാനും പറ്റണ്ടല്ല. ഇതിപ്പോൾ നമ്മൾ എനിക്ക് ഒന്നാമത് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ഇഷ്ടമല്ല. സോറി. അത് ഈ പണി ചെയ്തിട്ടില്ല. നമുക്ക് ഉന്ത് പണിയല്ലല്ലോ. അല്ല ഉന്ത് പണിയല്ലോ. ഇവിടെ സ്റ്റോപ്പ്. ഞാൻ കൈ കാണിക്കാം. നിൽക്ക്, നിർത്ത് വണ്ടി നിർത്തി. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ശരിക്കും നേരെ ഓപ്പോസിറ്റ് ഈ സൈഡിൽ വയ്ക്കാനാണ് പരിപാടി ഇട്ടുകൊണ്ട് ഇങ്ങനെ വെച്ച് പോകാനാണ് പരിപാടി ഇട്ടുകൊണ്ടത്. അപ്പോൾ അതിനിടയിൽ മറ്റേ ഞാൻ പറഞ്ഞ സാധനം ചേട്ടൻ നന്ദിയാർവട്ടം വെള്ള അത് പിന്നെ വയ്ക്കാം. മറ്റേ മഹാഗണിയുടെ വേര് വരുന്ന സ്ഥലവും അത് നോക്കാം. അതിനാണ് ഞാൻ കൊത്തി കൊണ്ടുണ്ട്. ഇവിടെ വഴിയല്ല കണ്ടല്ല വേസ്റ്റുകളെ കൊണ്ടിട്ട്. അയ്യോ കടപ്പേര കഷ്ണങ്ങൾ ചേട്ടാ എല്ലാം ഉണ്ടാവും. അയ്യോ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല അല്ലാണ്ട് പറയാ പറയണ്ടേ, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ഈ വഴി മെല്ലെ ടാർ ചെയ്ത കാര്യമൊന്നുമില്ല. ഏറ്റവും നല്ലത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ഇന്റർലോക്ക് വിരിക്കണം. ഇവിടെ കുഴപ്പമില്ല. നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കിടക്കണോടത്തില്ലേ, അവിടെ ഇന്റർലോക്ക് വിരിക്കണം. അവിടെ എപ്പോഴും വെള്ളം കേട്ടാ. അവിടെ നല്ലൊരു മഴ പെയ്താൽ അത്ര വെള്ളമാവും. പക്ഷെ മഴ മാറിനോട് കൂടി പോകട്ടെ. അത് കുറച്ച് സമയം മഴ നിന്നാ പോവും. ഇതേ ബെസ്റ്റ് കവറുകൾ. അതിൽ തേങ്ങ മറ്റേ എന്തെങ്കിലുമൊക്കെ വിൽക്കാം. അത് കവർ പൊളിക്കാണ്ട് ഇതില് നമുക്ക് ഇഞ്ചി നടായിരുന്നു ചേട്ടാ. ഇഞ്ചിയുടെ ഗ്രോ ബാഗ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പടുത്ത് ഇങ്ങനെ പൊളിക്കാണ്ട് എടുക്കാൻ പറ്റില്ല. വലിച്ചെടുക്കാൻ പറ്റുമോ നോക്കിയിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ ലാഭമായി നമുക്ക്. ഞാൻ ചവിട്ടി പിടിക്കണം അടിയിൽ. ചവിട്ടി പിടിക്കില്ല. ഒരു മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ നോക്കിയോട്ടെ കേട്ടാ. അങ്ങനെ നമുക്ക് ഈ ബാഗുകൾ ലാഭമായില്ലേ. നീ ഇതിൻ്റെ അടിയിൽ നിന്ന് വലിച്ചു വയ്ക്കേ. ഇങ്ങനെ ഭയങ്കര ലോഡാ. ഞാൻ അത് പിടിക്കാം, ചേട്ടൻ വലിച്ചോ. നീ എൻ്റെ ഒപ്പം പോരും ഇങ്ങോട്ട് വലിക്ക് മതി പതുക്കെ. അയ്യോ അയ്യോ മണ്ണടക്കം. ഈ മണ്ണിടണ്ടേ? മണ്ണലിക്കിട്ട് നിറയെ വെള്ളമായിരിക്കുമല്ലോ. ഒരു കവർ കിട്ടാൻ വേണ്ടി കാട്ടി. അല്ല കവർ നല്ല കവറാണല്ലോ. അതെ നല്ല വലിപ്പുണ്ട് കണ്ട. അപ്പൊ ഇതില് ഇഞ്ചി നടാനായിട്ട് ചേട്ടാ അത്രയ്ക്കധികം ഗ്രോ ബാഗ് വാങ്ങിയ 40 വാങ്ങിച്ചു. വാ ബാക്കിയുള്ള നടാം അല്ലേ? ബാക്കിയിൽ നടാ. ഇത് ഇഞ്ചി നടാ. ഇങ്ങനത്തെ ഇഞ്ചി നടില്ല. നട്ടെന്തേ നട്ട ഇഞ്ചി ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഗ്രോ ബാഗിന് എത്ര വില പറഞ്ഞ? 13 രൂപ. അങ്ങനെ കല്ലും കട്ടയും മാറ്റായിരുന്നു ചേട്ടാ. അതൊക്കെ അതിൽ കിടന്നോട്ടെ. ഇതിനങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇതിനിപ്പോ അവിടെ നിൽക്കുന്നത് അടിപൊളിയിട്ട് പൂവുണ്ടാവും. ഇത് ബെസ്റ്റ്. അങ്ങനെ ഒരെണ്ണം കഴിഞ്ഞു. ഇനി അടുത്തതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇളക്കണം. അത് സരിത കൊണ്ടുവരുന്നത് അടിപൊളി പൂവുള്ള സാധനമാണ് കൊണ്ടുവരുന്നത് കേട്ടോ. ഇതും അതുപോലെ വലിച്ചെടുക്കണ ഞാൻ കടക്കി പിടിക്കാം. അയ്യോ ഇത് കടക്കാൻ പോരും. ഇത് ഇളക്കിയിട്ടുള്ളതാ. നനവുണ്ട്. ഞാൻ ആ ഉറവ് കുഴപ്പമില്ല. ഉറക്ക് കയറിയാലും കുഴപ്പമൊന്നുമില്ല. ഇൻട്രസ്റ്റ് പോയി അതന്നെ. അല്ല ഇത് ഇളക്കി പോരും. ചേട്ടൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യും. ഞാൻ ഓരോന്ന് നടന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കട്ടെ. കൊണ്ടുവച്ചോ. ഞാൻ പിടിപ്പിട്ട് നടക്കാം. നല്ല നടുവും കണ്ട. അത് ഇങ്ങനെ തന്നെ കിട്ടുക നല്ലതേ. അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് നോക്കിയേ കണ്ട. ഒരു അനക്കല്ലാണ്ട് കിട്ടി സരിതാ. പക്ഷെ അനക്കണം എന്നല്ലേ പറയണേ. ഏയ് നല്ല ഇളക്കുള്ള മണ്ണ് അതിൻ്റെ. ചില നഴ്സറികളിൽ നിന്ന് കിട്ടണത് മണ്ണ് ഭയങ്കര പശിമയുള്ള മണ്ണായിരിക്കുന്നു. ഇത് ബെസ്റ്റ് മണ്ണാ. അപ്പോൾ സന്ധ്യ ചെയ്ത് തുടങ്ങി. എനിക്ക് അടിച്ചു വരണം വിളക്ക് വയ്ക്കുമ്പോഴേക്കും.
അങ്ങനെ നമ്മുടെ റോഡിൻ്റെ ഇരുവശവും ചെടികൾ നടൽ കഴിഞ്ഞു കേട്ടോ. ഉറകൾ നശിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച, പക്ഷേ അവരെ നാശാക്കാണ്ട് പറ്റില്ല നമുക്ക്. അതിലെ മണ്ണ് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ വലുതായില്ലല്ലോ. ഇനി ഇവിടെ മണ്ണ് കുറച്ച് ശേഷം കൂടി ഇട്ട് കൊടുക്കണം. കുറച്ചാൾ കഴിഞ്ഞിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ ചാണപ്പൊടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഒരു പൂവുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞു.